ഗൈസ് ഞങ്ങളെ കിണറിടിഞ്ഞു വീട് ഗൈസ്. ഹായ് മക്കൾസ്, ഇത് പെട്ടെന്ന് ഉണ്ടായ ഒരു സംഭവമായിരുന്നു കേട്ടോ. നമുക്ക് ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, എടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു കേട്ടോ. മാക്സിമം നമ്മൾ എടുക്കാൻ പറ്റിയതൊക്കെ എടുത്തിട്ടുണ്ട്. കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് കേട്ടാ നമ്മുടെ അവസ്ഥ. ഒന്നിനും ഇതേ ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഓരോന്ന് വന്നോണ്ടിരിക്കണേ. എന്താണോ എന്റെ ലൈഫിൽ മാത്രം ഇങ്ങനെ. ഇത് ഇന്നലെ ഉണ്ടായ സംഭവമാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് ഭാഗ്യത്തിനാർക്കും ഒന്നും സംഭവിച്ചില്ല. അതാണ് ഏക ആശ്വാസം. ഗൈസ് നമ്മുടെ കിണറിടിഞ്ഞ് താഴോട്ട് പോയി. നമ്മൾ നമ്മൾ വളരെയധികം എല്ലാം സീൻ തന്നെ എല്ലാം സീൻ ചെയ്തിട്ടാണ്, എല്ലാം ലൈവായിട്ട് കണ്ടിട്ട്. വീടിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ കിണറുള്ളത്. അപ്പം കിണറിടിഞ്ഞ് വീണപ്പോ ഒരു ഭയവും ഉണ്ട്. വീടിന്റെ തൊട്ടരുവിലാണ്. അപ്പം വീടും കൂടെ വീടുമോ എന്നുള്ള പേടിയിലൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കണത്. അയ്യോ, ഞങ്ങൾക്ക് കിണറ്റി വീണ് മരിക്കണ്ടായേ, ഞങ്ങൾക്കല്ലാതെ മരിച്ചാൽ മതിയേ. അങ്ങനെയൊന്നും സംഭവിക്കില്ല കേട്ടോ. സംഭവിക്കില്ലല്ലോ അല്ലേ. കിണറ്റിൽ നമ്മുടെ മേടെ വട്ടത്തിൽ ഗ്രില്ലൊക്കെ പണിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വിളകി വീണിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മുകളിൽ തന്നെ അത് നമ്മൾ കെട്ടി മേലോട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ടാപ്പ് വലിച്ച് കെട്ടുകയാണ് ഗൈസ്. അല്ലെങ്കിൽ വെള്ളം എല്ലാം കൂടെ വന്ന് അതിനകത്തോട്ട് വീണ്ടും ഇടിഞ്ഞിടിഞ്ഞ് വീഴത്തേ ഉള്ളൂ. മണ്ണ് കുതിർന്നു. സോ നമ്മൾ ടാപ്പൊക്കെ വലിച്ച് കെട്ടി. നമ്മൾ സാധാരണ വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ ഇതുപോലെയൊക്കെ കിണറിടിഞ്ഞ് വീഴുന്നതൊക്കെ. നമുക്കൊരു അനുഭവം വന്നപ്പോഴാണ് അത് എത്ര ഭീകരമാണെന്ന് നമുക്ക് മനസ്സിലായത് കേട്ടോ. എല്ലാം കൂടെ ഇളകി വെള്ളത്തിൽ വീണപ്പോഴത്തേക്കും നല്ല ശബ്ദമായിരുന്നു കേട്ടോ. മിക്ക പേരും അങ്ങനെയാണ് ഇവിടെ ഓടിയെത്തിയത്. ഇനി നല്ല പണിയാണ് ഗൈസ് അങ്ങോട്ട് കിട്ടാൻ പോകുന്നത്. ഇനി ഫുള്ള് ചെലവാണ്. എന്താണോ ആർക്കും ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. പിന്നെ നമ്മള് മോട്ടറൊന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പണ്ട് മുതലേ ഇവിടെ വെള്ളം കോരി തന്നെയാണ് വെള്ളം എടുക്കുന്നത്. മോട്ടറൊന്നും ഇല്ല, പൈപ്പൊന്നും ഇല്ല. അപ്പം എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ ആ സമയത്ത് അവിടെ നിന്നില്ല. അതാണ് സത്യം. ബട്ട് കുറച്ചു മുന്നേ, അതായത് ഈ ഇടിഞ്ഞു വീഴുന്നതിന് തൊട്ടു മുന്നേ എന്റെ സിസ്റ്ററും മദറും ഒക്കെ പോയി വെള്ളം കോരി കുളിച്ചിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു. എന്തോ ഭാഗ്യത്തിന് ഞാനും ആ വഴിക്ക് പോയില്ല. സാധാരണ ഞാൻ അവിടെ കിടന്ന് കറങ്ങുന്നതാ. എന്താണാവോ. ഇനി നമ്മൾ എപ്പോഴും ജാഗ്രതയായിരിക്കണം. കാരണം ആ വഴിയാണ് നമ്മൾ എപ്പോഴും നടന്നു പോകുന്നത്. പക്ഷേ ഇനിയിപ്പം അതിലേ നടക്കാനും പറ്റില്ല. എല്ലാം അറ്റവും മൂലം എല്ലാം ഇടിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ പേടിക്കേണ്ടത് ഇവിടുത്തെ പട്ടിയും പൂച്ചയും കോഴിയാണ്. ഇതുങ്ങളെല്ലാം ഇതുവഴിയാണ് പാസ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം അടച്ചിട്ട് വേണം നമുക്ക് അതിനെയൊക്കെ നോക്കാം. അങ്ങനെ പിന്നെ പഞ്ചായത്ത് മെമ്പറാണ് ഇതായി നിൽക്കുന്നത്. ആ ഓട്ടോയിൽ വന്നിറങ്ങുന്നത് വില്ലേജ് ഓഫീസറാണ് നമ്മുടെ ഇവിടുത്തെ. അങ്ങനെ അവരെല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്ടൊക്കെ നോക്കി കണ്ടിട്ടൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും ഇത് വല്ലാത്തൊരു സംഭവമായി പോയി. പിന്നെ വിളിച്ച ഉടനെ എല്ലാരും വന്നിട്ടുണ്ട്. അതാണ് ഏക ആശ്വാസം. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക, മഴക്കാലമാണ്. ആരും കിണറിന്റെ ഒക്കെ അടുത്തോട്ട് പോകാതിരിക്കുക. ഓക്കെ, അപ്പം സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട.